ജോയ്ക്കായി വലിയ പ്രതീക്ഷയോടുകൂടി നാട് കാത്തിരിക്കുന്ന സമയമാണ്. പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 27 മണിക്കൂർ കടന്നിരിക്കുന്നു ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ട്. ഇപ്പോൾ 5-ാം നമ്പർ പ്ലാറ്റ്ഫോം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിൽ ഇറങ്ങിയുള്ള പരിശോധനയ്ക്കായി സംഘം ഉച്ചയ്ക്കുള്ള വിശ്രമത്തിന് ശേഷം, വിശ്രമമല്ല ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം വീണ്ടും ദൗത്യത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. സുലേഖയും മാനസയും ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ആദ്യം സുലേഖയിലേക്കാണ്. സുലേഖ, തിരച്ചിൽ പുനരാരംഭിച്ചോ? സുലേഖ, കേൾക്കാമോ? സുലേഖയിലേക്ക് എത്താം. റെയിൽവേ സ്റ്റേഷനിലെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള മാൻഹോളിൽ ഇറങ്ങിയാണ് അടുത്ത ഘട്ടം പരിശോധനയുള്ളത്. കൃത്യമായൊരു പരിശോധനാ രീതി അവലംബിച്ചുകൊണ്ടാണ് ഈ 28 മണിക്കൂറിലും ഇപ്പോൾ ജോയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ ഈ ടണലിനുള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആഴത്തിൽ പരിശോധന നടത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഈ മാലിന്യം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതും ഉള്ളിലേക്ക് മാലിന്യത്തിൻ്റെ സാന്നിധ്യമുള്ളതും വലിയ തോതിലുള്ള തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് ഈ ഉദ്യോഗസ്ഥർ ഓരോരുത്തരും പറയുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അവലംബിക്കുന്ന മാർഗം ഈ ഹൈ പ്രഷർ വാട്ടർ പമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ കൃത്രിമമായ ജലത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ആ നിലയ്ക്കുള്ള പരിശോധന രീതി ഇപ്പോൾ അവലംബിക്കുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ദൗത്യസംഘം കാണുന്നത്. മാനസ മനോജ് ഇപ്പോൾ ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാനസ, ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപമാണല്ലേ? ഹലോ മനസ, കേൾക്കാമോ? തീർച്ചയായും കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംഘം വീണ്ടും പരിശോധന നടത്താനായി പ്ലാറ്റ്ഫോം നമ്പർ 5-ന് സമീപമുള്ള മാൻഹോളിന്റെ ഭാഗത്താണ് ഉള്ളത്. ഏതായാലും ഈ ഒരു ഭാഗത്ത് കൂടി പരിശോധന നടത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വലിയ രീതിയിൽ തന്നെ മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ ഒഴുകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതിൽ ആണ് ഈ ദൗത്യ സംഘം ഇറങ്ങി നിൽക്കുന്നത്. സ്കൂബ ടീമാണ് ഇറങ്ങി പരിശോധന ആരംഭിക്കാൻ പോകുന്നത്. അല്പസമയം മുൻപ് തന്നെ ഈ ഒരു ദൗത്യ സംഘം ഈ ഒരു തീരുമാനത്തിൽ എത്തുകയായിരുന്നു. അതിനു മുന്നോടിയായി ഈ ഒരു കൃത്രിമ ജലം നിറച്ചൊക്കെ ജലം നിറച്ച് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കും എന്ന ഒരു സാധ്യത കൂടി നേരത്തെയുള്ള സമയങ്ങളിൽ പ്രതികരിച്ചിരുന്നു. എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ മാൻഹോൾ ഭാഗം കൂടി പരിശോധിച്ചതിന് ശേഷം ആ സാധ്യതകൾ പരിഗണിക്കാമെന്ന വിലയിരുത്തലിൽ സംഘം ദൗത്യത്തിനായി ഇറങ്ങുകയാണ്. അവർ ഇറങ്ങുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അത്രമേൽ ഇരുണ്ട നിറത്തിലുള്ള മലിനമായ ജലത്തിലാണ് ഈ സംഘം ഇറങ്ങി പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരുടെ ഈ ദൗത്യ സംഘത്തിന്റെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത് ഒരു 10 മിനിറ്റ് തന്നെ അതിസാഹസികമായി തന്നെയാണ് ഈ ഒരു ശ്രമത്തിനായി അവർ ഇറങ്ങുന്നത്. അത്രമേൽ മലിനമായ ജലത്തിൽ ഇറങ്ങി പരിശോധന നടത്തുകയാണ്. ഈ ഒരു ശ്രമം കൂടി നടത്തിയതിനു ശേഷമാണ് ഈ കൃത്രിമ ജലം നിറച്ച് ഒരു ഭാഗം പൂർണ്ണമായും മറച്ചു വെച്ച് കൃത്രിമ ജലം നിറച്ച് ഈ ജലനിരപ്പ് ഉയർത്തി അതിലൂടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി പരിശോധന നടത്താനുള്ള ഒരു ശ്രമം ഉണ്ട്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഹൈ പ്രഷർ വാട്ടർ പമ്പ് ചെയ്തതിനു ശേഷം ഈ പ്ലാറ്റ്ഫോം 5-ന് സമീപമുള്ള ഈ മാൻഹോളിലേക്ക് വീണ്ടും തിരിച്ചെത്തി പരിശോധന നടത്താം എന്ന നിഗമനത്തിലേക്കാണ്. ആ ഒരു ഹൈ പ്രഷർ വാട്ടർ പമ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം ഈ ഒരു സംവിധാനം എപ്പോഴേക്ക് തയ്യാറാകും മനസ്സ്? ആ നിലയ്ക്കുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഔദ്യോഗികമായി ആ കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ അധികൃതർ ആരും തന്നെ പറഞ്ഞിട്ടില്ല. അതിന് മുന്നോടിയായാണ് ഈ ഒരു ശ്രമം കൂടി ദൗത്യ സംഘം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ശ്രമം കൂടി നോക്കിയതിന് ശേഷം ഒരു പക്ഷേ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല, ഇപ്പോൾ പരിശോധന ആരംഭിച്ച് 28 മണിക്കൂർ പിന്നിടുകയാണ്. എല്ലാ പ്രവർത്തകരും ആരോഗ്യസ്ഥിതിയും ഒക്കെ മോശമാകുന്ന ഒരു സാഹചര്യമുണ്ട്. മെഡിക്കൽ സംഘമൊക്കെയും സ്ഥലത്ത് ഉണ്ട് എങ്കിൽ കൂടിയും ഈ ഒരു മലിനമായ ജലത്തിലിറങ്ങിയുള്ള ഈ ഒരു പരിശോധനയിൽ ഇവരുടെ ആരോഗ്യം കൂടി പരിഗണിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിലും ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ
ഈ പ്രവർത്തകർ സംഘത്തെ വീണ്ടും കൂടുതൽ സംഘത്തെ നിയോഗിക്കുന്ന അല്ലെങ്കിൽ വിന്യസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലുള്ള ദൗത്യ സംഘം തിരുവനന്തപുരത്ത് എത്തി. സംഭവ സ്ഥലത്തെത്തി. NDRF സംഘമുണ്ട്. ഒപ്പം തന്നെ സ്കൂബ ടീം അംഗങ്ങൾ വീണ്ടും കൂടുതൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിലും ഈ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6:30 മുതൽ NDRF സംഘം പ്രവർത്തനം തുടങ്ങി, പരിശോധന തുടങ്ങി, മാലിന്യം നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇതൊക്കെയും നടക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു സൂചന, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതും യാഥാർത്ഥ്യമാകാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എങ്കിൽ കൂടിയും തിരച്ചിൽ തുടരും എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ദൗത്യസംഘം മുന്നോട്ട് പോവുകയായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 5 സമീപത്തുള്ള ഈ ഓടയുടെ മറ്റൊരു ഭാഗമായ ഇവിടെ കൂടി, കൃത്യമായി പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗത്തായാണ് ഈ ഒരു പ്രദേശം വരുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗത്ത് എത്തി നിൽക്കുന്നത്. അതും കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏതായാലും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, കയർ പോലുള്ള സാധനങ്ങളൊക്കെയും എടുത്താണ് ഇപ്പോൾ ദൗത്യസംഘം പരിശോധനയ്ക്കായി വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പ്രതീക്ഷയും കൂടി, ഈ ഒരു പരിശോധനയും കൂടി നോക്കിയതിനു ശേഷം മാത്രമാണ് മറ്റു സംവിധാനങ്ങൾ. നേരത്തെ റവന്യൂ മന്ത്രിയും പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയും കൂടുതൽ ആളുകൾ വേണമെങ്കിൽ വിന്യസിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. നേവിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ സേവനം ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുന്നുണ്ട്. ഇതൊക്കെയും പരിശോധിക്കും. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച 2 സംവിധാനം കൂടി ഏർപ്പെടുത്താനുള്ള സാധ്യതയും മുന്നിലുണ്ട്. ഏതായാലും ഈ ഒരു പരിശോധനയ്ക്ക് ശേഷമാകും ആ കാര്യങ്ങളിലൊക്കെയും നീങ്ങുക. കാവ്യ.